ആകാശ കാഴ്ചകൾ കാണാനുള്ള ഒരു യാത്രയിലാണ് ഇന്ന്. ഇപ്പോൾ UAE-യിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ന്യൂ ടൂറിസ്റ്റ് സ്പോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഇൻ കോർഫക്കാൻ. കോർഫക്കാനിൽ ഓൾറെഡി തന്നെ ഒരുപാട് നല്ല നല്ല ഡെസ്റ്റിനേഷൻസ് ഉണ്ട് കാണാൻ, ലൈക്ക് ദി ആംഫി തിയേറ്റർ ആൻഡ് ദ ബീച്ചസ് ആൻഡ് ഓൾസോ ദ വാട്ടർഫോൾസ്. പിന്നെ അതുപോലെ റഫീസ ഡാമുണ്ട്, വാദി ഷീസ് പാർക്കുണ്ട്, ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കോർഫക്കാനിൽ. അതിൻ്റെ കൂടെ തന്നെ ദിസ് ഇസ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ടു വിസിറ്റ് ദിസ് പ്ലേസ്. ഇത് ശരിക്കും ഒരു ഫ്ലൈയിങ് സോസിൻ്റെ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളൊരു ഫ്ലൈയിങ് സോസിൽ ഇരുന്നിട്ട് ഒരു ആകാശ കാഴ്ച, ദ 360-degree വ്യൂ ഓഫ് ദിസ് ഹോൾ പ്ലേസ് കാണാം. So let's go and check out this place, and it is called the Al Suhub Rest House in Corfacan. Marhaba, hi all, welcome to my channel Looking Through My Eyes. So this is the entrance point to the Al Suhub Rest area. അതുപോലെ തന്നെ ഗൂഗിൾ മാപ്സിൽ അൽ സുഹബ് റെസ്റ്റ് ഏരിയ എന്ന് ടൈപ്പ് ചെയ്താൽ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രം ഷാർജ ടു ദിസ് പ്ലേസ് ഇറ്റ്സ് ലൈക്ക് 90 minutes travel, and from the Corfacan city to this Al Suhub rest area it takes about 30 minutes. So ഇവിടുത്തെ ഫോർമാലിറ്റീസ് ലൈക്ക് എനി ടിക്കറ്റ് റേറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഓർ അബൌട്ട് ദ ടൈമിങ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഇപ്പോൾ കാണുന്നതാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലം. അതൊരു ആക്ച്വലി ഇറ്റ്സ് ജസ്റ്റ് എ മെഷീൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓട്ടോമേറ്റഡ് മെഷീനാണ്. വി ക്യാൻ ടേക്ക് ദ ടിക്കറ്റ് ഫ്രോം ദിസ് ആൻഡ് ഇറ്റ് വിൽ റെക്കോർഡ് ദ ടൈം. നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈം ആ ഒരു ടിക്കറ്റിലുണ്ടാവും. പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്നത് ഫോർ 1 hour ഇറ്റ് ഈസ് 20 dirhams ആണ്. സോ നമ്മൾ ഇവിടെ നിന്ന് കയറുന്നതും തിരിച്ച് ഈ ഒരു സ്ഥലത്ത് എത്തുന്ന ഒരു ടൈമാണ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് 1 hour. So let's talk about this new attraction. ഇതൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഓഫ് ദ ഹോൾ പ്ലേസ്. ദിസ് കോർഫക്കാൻ എന്ന് പറയുന്നത് നമുക്ക് 360-degree വ്യൂവിൽ കാണാൻ പറ്റുന്ന ഒരു വാൻറ്റേജ് പോയിന്റ് ആണ് അൽ സുഹബ് റെസ്റ്റ് ഏരിയ. So here we are at the Al Suhub rest area. ഇവിടെ എത്തിക്കഴിഞ്ഞു. It is actually 580 meters above sea level. അപ്പോൾ ഈ ഒരു വാൻറ്റേജ് പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ദ സിറ്റി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്നാൽ തന്നെ ആ ഒരു കോസ്റ്റ് ലൈൻ ഓഫ് ദ സിറ്റി, ഷിപ്സ് വരുന്നതും അതുപോലെ തന്നെ കുറച്ച് ഒരു സിറ്റി ഏരിയ ഫുൾ ഓഫ് ദ ഹൗസസ്, ദ റെസിഡൻഷ്യൽ ഏരിയ ആൻഡ് ദ മൗണ്ടൻസ് ടുഗെദർ. ഇങ്ങനൊരു വ്യൂ വേറെ എവിടെ പോയാലും കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് മാത്രം തന്നെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ടു ഗെറ്റ് ദിസ് പാനോറമിക് വ്യൂ. This area was launched in July 19, 2021 as part of the Eid celebrations. അതുപോലെ തന്നെ ആ ഈദ് അതാ ഹോളിഡേയ്സിൽ മാത്രം, ആ 3 days ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു, അതിൽ മാത്രം തന്നെ 50,000 വിസിറ്റേഴ്സാണ് ഈ ഒരു സ്ഥലത്ത് വന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് ശരിക്കും ആ ഒരു ഫ്ലൈയിങ് സോസർ എന്ന് പറഞ്ഞ ആ ഒരു ഡിസൈൻ. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റ് കം കഫേയാണ്. സോ ദിസ് ഈസ് ദ ഇൻറ്റീരിയർ ഓഫ് ദ കഫേ. ഇത് ശരിക്കും 2 ലെവലിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് ഫ്ലോർ ഹാസ് ദിസ് ഫെൻ കഫേ, ആൻഡ് ഇൻ ദി അതർ ലെവൽ വി ക്യാൻ ഫൈൻഡ് ദ റെസ്റ്റ് റൂംസ് ആൻഡ് ഓൾസോ എ സ്മോൾ കോൺഫറൻസ് ഹാൾ. The structure of this cafe is actually peculiar. ഇത് UFO, അതായത് നമ്മുടെ ആ ഒരു പറക്കം തളികയുടെ ഒരു ഷേപ്പിലാണ്. പക്ഷേ ഈ ഒരു സർക്യുലർ ഡോം എന്ന് പറയുന്നത് തന്നെ
30 centimeters in diameter ആണ്. So it is that much huge. അതുപോലെ തന്നെ ഒരു ചെറിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ 1 hour നമ്മുടെ ഒരു പാർക്കിംഗ് ടിക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 20 dirhams അല്ലേ. ബട്ട് ഇഫ് വി ഓർഡർ സംതിങ് ഫ്രോം ദിസ് കഫേ, നമ്മൾ ഇവിടെ എന്തെങ്കിലും കഴിച്ചാൽ ലൈക്ക് കോഫി ഓർ എനിത്തിങ് എൽസ്, അപ്പോൾ ആ ഒരു ബില്ല് കാണിച്ചാൽ നമുക്ക് ഫസ്റ്റ് 2 hours എന്ന് പറയുന്നത് ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ. സോ ഐ തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് ബെറ്റ്. നമുക്കിവിടെ വന്ന് എന്തെങ്കിലും കോഫിയൊക്കെ കുടിച്ചിട്ട് ഇരുന്ന് പോകുന്നതല്ലേ, അത് വെറുതെ 20 dirhams കൊടുത്തിരിക്കുന്നതിനെക്കാട്ടും ബെസ്റ്റ്. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. അപ്പോൾ അതാരും മറക്കണ്ട. സോ ഫസ്റ്റ് 2 hours ഇഫ് യു ഷോ ദിസ് ബിൽ ഫ്രോം ദ കഫേ യു വിൽ ഗെറ്റ് ഇറ്റ് ഫ്രീ. സോ ദിസ് ഈസ് ദ സ്മോൾ പ്ലേ ഏരിയ ഫോർ ദ കിഡ്സ്. അപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കാതെ അവരുടെ ഒരു എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. സോ ദിസ് ഈസ് ദാറ്റ് സ്മോൾ പ്ലേ ഏരിയ ഫോർ ദ കിഡ്സ്. ഇതാണ് അൽ സുഹബ് റെസ്റ്റ് ഏരിയയുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻറ്റ് വ്യൂ ആണ്. നമ്മൾ ഫ്രണ്ടിൽ കണ്ടത് ഫുൾ ഒരു കോസ്റ്റ് ലൈൻ, ബീച്ച്, ഷിപ്സ്, പിന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ്സ് ഫുൾ ഓഫ് മൗണ്ടൻസ് ആൻഡ് ആ ഒരു സൺ സെറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് ഈ ഒരു സൈഡ് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. So as you can see, the sunset has started. അപ്പോൾ ഡേ ടൈം കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി ആണ് നൈറ്റ് ടൈം. ശരിക്കും യു എയിൽ ഏതൊരു ലൊക്കേഷനിൽ പോയാലും ഏതൊരു ഡെസ്റ്റിനേഷൻ പോയാലും ദർ ആർ 2 views. ബിക്കോസ് ഒരു ഡേ ടൈം വ്യൂ ഉണ്ട്, പിന്നെ നൈറ്റ് ടൈം വ്യൂ ഉണ്ട്. സോ ഏത് ലൊക്കേഷനിൽ പോയാലും വി ഹാവ് ടു വ്യൂ ഇൻ ബോത്ത് ദ ടൈം. ഒരു ഡേ ടൈം ആൻഡ് നൈറ്റ് ടൈം ഇത് രണ്ടും നമ്മൾ കണ്ടിരിക്കണം. എന്നാലേ അതിൻ്റെ ഒരു ഡിഫറൻസ് ആൻഡ് ഓൾസോ ദ ബ്യൂട്ടി ഇതെല്ലാം നമുക്ക് മനസ്സിലാകും. സോ ഇതുവരെ കണ്ടത് ഫുൾ ഡേ ടൈം വ്യൂസ് ആയിരുന്നു. നാച്ചുറൽ ഡേ ലൈറ്റിൽ എങ്ങനെയാണ് ആ ഒരു സിറ്റി ആൻഡ് ഓൾസോ ദാറ്റ് കോസ്റ്റ് ലൈൻ, ദ അൽ സുഹബ് റെസ്റ്റ് ഹൗസ്, ഇതൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടല്ലോ. ഇനി കുറച്ച് നൈറ്റ് ടൈം വ്യൂസ് ആയാലും ആഫ്റ്റർ ദ ലൈറ്റ് കംസ് ഹൗ ദ സിറ്റി ആൻഡ് ഹൗ ദിസ് പ്ലേസ് ടോട്ടലി ട്രാൻസ്ഫോംസ്. നമുക്ക് അതൊന്ന് കാണാം. സോ ദിസ് ഫ്ലൈയിങ് സോസർ സ്ട്രക്ചർ, അതിൻ്റെ തന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ഗ്രാജുവലി ചേഞ്ചസ്. അതിൻ്റെ ആ ഒരു ലൈറ്റിംഗ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, കളേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കണ്ടാലും ഇറ്റ് വിൽ ബി ലൈക്ക് ഡിഫറെൻ്റ് അട്രാക്ഷൻ. നമ്മൾ ഇത്ര ദൂരെ നിന്നാലും ആ മൗണ്ടനിൽ ഈ ഒരു UFO ഒരു ഓബ്ജക്റ്റ് നമുക്ക് പ്രത്യേകം എടുത്ത് കാണാൻ പറ്റും. അത്രയ്ക്ക് നല്ല സൂപ്പർബായിട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ നൈറ്റ് ടൈം വ്യൂ ഓഫ് ദ സിറ്റി. ആ ഒരു കോസ്റ്റ് ലൈനിലുള്ള ലൈറ്റിങ്സും പിന്നെ ഫുൾ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ലൈറ്റിങ്സും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൗണ്ടനിൽ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ആ സൈഡിലുള്ള ലൈറ്റ്സ് ഇതെല്ലാം കൂടെ തന്നെ ദിസ് പ്ലേസ് ലുക്സ് സ്റ്റണ്ണിങ്. ആൻഡ് ദിസ് പ്ലേസ് ഇസ് സെറ്റ് ടു ബി 24 hours open. So there is no problem of arriving late or starting late, because either time vannalum you can just come here and visit this place and you can stay here for how much time you want. And the cafe that I was talking about, that is that dome structure or the flying saucer structure, it has viewer friendly glass. ദാറ്റ് മീൻസ് നമുക്ക് കഫേക്ക് അകത്തിരുന്നിട്ട് ഫുഡ് കഴിച്ച് കോഫിയൊക്കെ കുടിച്ച് വി ക്യാൻ ജസ്റ്റ് സിങ്ക് ഇൻ ടു ദ ബ്യൂട്ടി ഓഫ് ദ സിറ്റി ഡ്യൂറിങ് ദ ഡേ ഓർ അറ്റ് നൈറ്റ്. ഇഫ് യു ഹവ് നോട്ട് വിസിറ്റഡ് ദിസ് പ്ലേസ് സ്റ്റിൽ, do check it out, and if you enjoyed my video, please do not forget to click the like button. Please do subscribe to my channel and also share this video with your friends and family so they can also check out this location.
If God wills, I will come back again with an interesting and useful video. Until then, this is Looking Through My Eyes by Shahu signing off. See you. Bye.